തെക്കൻ ജില്ലകളിലെ 252 ക്ഷേത്രങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം ധനസഹായം നൽകി. ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി 1,40,00,000 രൂപയാണ് ഈ വർഷം വിതരണം ചെയ്തത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണം രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ നിർവഹിച്ചു. ക്ഷേത്രങ്ങൾ നാടിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്നും ക്ഷേത്രങ്ങളുടെ ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളും പ്രത്യേകിച്ചും നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ ഏകദേശം 3087 ക്ഷേത്രങ്ങളാണ്. 5 ദേവസ്വം ബോർഡുകളിലായിട്ട് 3087 ക്ഷേത്രങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും നല്ല ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ് 528 കോടി രൂപയാണ് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിലും അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ എല്ലാം കൂടി കൊടുത്തത് 528 കോടി രൂപയാണ്. ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP ധനസഹായം വിതരണം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ NJ രാജു മുഖ്യ പ്രഭാഷണം നടത്തി. MLA മാരായ അഡ്വക്കേറ്റ് മോൻസി ജോസഫ്, CK ആശ, സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ, രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ്, ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.